കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ സെല്ലുള്ള ആളുകൾക്ക് ഇതാണ് പണിയെങ്കിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇതുവരെ ചെയ്തിരുന്നോട് നോക്കാം. ഈ കെ പി സി സിക്ക് അകത്തുള്ള നേതാക്കൾക്കെതിരായ സൈബർ അറ്റാക്കുകൾ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്നാണ്. അല്ല, സംഘടനാ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കെ പി സി സി പ്രസിഡൻ്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്ന കാലത്ത് തുടങ്ങിയതാണ്. മുല്ലപ്പള്ളിക്കെതിരായിരുന്നു ഏറ്റവും വലിയ ആക്രമണം. സുധാകരൻ വന്നപ്പം കുറച്ച് നേരത്തേക്ക് നിന്നു. അത് കഴിഞ്ഞ് ഈ വിവാദം വരുമ്പോൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആദ്യ ആക്ഷേപം വരുമ്പോൾ, ആദ്യ ശബ്ദരേഖ വരുമ്പോൾ വി ഡി സതീശൻ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പുറത്ത് വി ഡി സതീശനെ വിളിച്ച പേരെന്താ? കെയറച്ചൻ. കെയറച്ചൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കളിയാക്കിയത്. അത് വെറും സോഷ്യൽ മീഡിയ അല്ല, ഒരു ഓൺലൈൻ മീഡിയമാണ്. ഈ ഇതെടുക്കുകയും കെയറച്ചൻ എന്ന തമ്പുണ്ടാക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയും ചെയ്തത് വിലക്കെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നായിരിക്കാം കരുതുക. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വിളിക്കാനാവുക? അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ വെറുതെ വിട്ടോ? എന്തിന് എം ലിജുവിനെ വെറുതെ വിട്ടോ? എത്ര കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സൈബർ ആക്രമണത്തിൽ തകർന്ന് താഴെ പോയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഒരു രക്ഷയില്ല, സൈബർ ആക്രമണം വരും, തൽക്കാലം ഞാൻ ഇന്ന് മിണ്ടുന്നില്ല എന്നാണ്. അതായത് കോൺഗ്രസിനകത്തുള്ള നേതാക്കളെ പോലും വരുതിയിലാക്കാനുള്ള ശക്തിയുള്ള രീതിയിൽ ഉള്ള തെറിക്കൂട്ടമായി ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തോ സി പി എമ്മിലോ ഇതില്ല എന്നുള്ളതല്ല. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വല്ലാതെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ സംഘത്തെ, ആർമി എന്ന് വിളിക്കുന്ന ആ സംഘത്തെ നിയന്ത്രിക്കാനുള്ള ചില നടപടികളൊക്കെ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വിഷയം ഓരോരോ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് കെ പി സി സി പ്രസിഡന്റിന് മുതൽ അങ്ങ് താഴെത്തട്ടുള്ള ആളുകളെ വരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന, എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പിടികൂടുന്ന ഒരു പ്രത്യേക മനോനിലയിൽ പ്രവർത്തിക്കുന്ന സംഘം.